നമസ്കാരം. പ്രവാസികളെ ന്യൂസിന്റെ ന്യൂസ് ബ്ലിറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ബെർലിനിലെ ക്രിസ്റ്റഫർ സ്ട്രീറ്റ് ഡേയിൽ ഈ ആഘോഷങ്ങൾക്കിടയിൽ നടന്ന ഭീകരാക്രമണ കേസിലെ പ്രധാന പ്രതി അബ്ദുൾ ബലൂട്ടിനായി പോലീസ് പുറപ്പെടുവിച്ച പരസ്യ തെരച്ചിൽ ഉത്തരവിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ശനിയാഴ്ച രാത്രി ബെർലിനിലെ ടിയർഗാർട്ടന് സമീപം ജനക്കൂട്ടത്തിന് ഇടയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി ഒരാളുടെ മരണത്തിനും നിരവധി പേരുടെ പരിക്കിനും കാരണമായ ഭീകരാക്രമണത്തിലെ പ്രതിക്കായി ജർമ്മനിയിലുടനീളവും രാജ്യത്തിന്റെ അതിർത്തികളിലും ജർമ്മൻ പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. ബെർലിൻ സ്വദേശിയായ അബ്ദുൾ ബലൂട്ട് എന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് അനുഭാവിക്കായിട്ടാണ് പോലീസ് ഫോട്ടോ സഹിതം ഔദ്യോഗിക തെരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രതിയെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ 2005 ബെർലിനിൽ ജനിച്ച ലെബനൻ വംശജനായ ജർമ്മൻ പൗരനാണ് അബ്ദുൾ ബലൂട്ട്. മാരകമായ ശാരീരിക ഉപദ്രവം, അപഹരണം, കൊള്ള തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് മുൻപും ഇയാൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ജയിലിൽ നിന്നും ഇറങ്ങിയത് മെയ് മാസത്തിലാണ്. ഇസ്ലാമിസ്റ്റ് അനുകൂല പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന ഇയാൾ ഈ വർഷം മെയ് മാസത്തിലാണ് ജുവൈനൈൽ ജയിലിൽ നിന്നും ശിക്ഷ പൂർത്തിയാക്കി പുറത്തിറങ്ങിയത്. ഇയാളുടെ ശരീരപ്രകൃതി 1.90 മീറ്റർ ഉയരവും മെലിഞ്ഞ ശരീരവും കറുത്ത മുടിയും, ആക്രമണം നടത്തുമ്പോൾ കറുത്ത ഹൂഡിയും വെള്ള പാൻസുമായിരുന്നു വേഷം. പോലീസിന്റെ കർശന സുരക്ഷാ മുന്നറിയിപ്പിൽ പറയുമ്പോൾ പ്രതി കയ്യിൽ മാരകായുധങ്ങളുമായി രക്ഷപ്പെട്ടിരിക്കാൻ സാധ്യത ഉള്ളതിനാലും കടുത്ത അപകടകാരിയായതിനാലും വഴിയിൽ കണ്ടുമുട്ടിയാൽ ആരും നേരിട്ട് സംസാരിക്കാനോ തടയാനോ ശ്രമിക്കരുതെന്നാണ്. പ്രതിയെക്കുറിച്ചുള്ള എന്തെങ്കിലും സൂചന ലഭിക്കുന്നവർ അടിയന്തരമായി 110 എന്ന പോലീസ് എമർജൻസി നമ്പറിലോ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ വിവരം അറിയിക്കണമെന്നാണ് പോലീസിന്റെ അറിയിപ്പ്. പോലീസിന്റെ ഔദ്യോഗിക ഇൻവൈസ് പോർട്ടൽ വഴിയും വിവരങ്ങൾ കൈമാറാവുന്നതാണ്. ആക്രമണത്തിന് ഉപയോഗിച്ച വെളുത്ത നിറത്തിലുള്ള ഡെലിവറി വാഹനം അടിയന്തരമായി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ബെർലിനിലും ജർമ്മനിയുടെ അയൽ രാജ്യങ്ങളിലും അതിർത്തികളിലും പോലീസ് പരിശോധനയും പട്രോളിംഗും വൻതോതിൽ ശക്തമാക്കിയിട്ടുണ്ട്. ക്രിസ്റ്റഫർ ആഘോഷങ്ങൾക്കിടെ നടന്ന ഭീകരാക്രമണത്തിലെ പ്രതി അബ്ദുൾ ബലൂട്ടിന്റെ ഫ്ളാറ്റിൽ പ്രത്യേക പോലീസ് സംഘവും വിദഗ്ധരും നടത്തിക്കൊണ്ടിരിക്കുന്ന വൻ റെയ്ഡിന്റെയും തെരച്ചിലിന്റെയും ഏറ്റവും പുതിയ വിവരങ്ങളും മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. സംഭവത്തെപ്പറ്റി പറയുമ്പോൾ ശനിയാഴ്ച രാത്രി ബെർലിനിൽ ക്രിസ്റ്റഫർ സ്ട്രീറ്റ് ഡേ ആഘോഷങ്ങൾക്കിടയിലേക്കാണ് വാഹനം ഇടിച്ചു കയറ്റി ഒരാളുടെ മരണത്തിനും 16 പേരുടെ പരിക്കിനും കാരണക്കാരനായ ഭീകരൻ അബ്ദുൾ ബലൂട്ടിന്റെ വസതിയിലും സ്പെഷ്യൽ പോലീസ് കയറി അന്വേഷണം നടത്തുന്നത്. ആക്രമണം നടന്ന പോട്സ്ഡാമർ പ്ലാറ്റ്സിന് വെറും ഏതാനും 100 മീറ്റർ മാത്രം അകലെയുള്ള ടിയർഗാർട്ടനിലെ ബിസിങ്സ് ലൈനിലുള്ള ഫ്ളാറ്റിലാണ് ഞായറാഴ്ച രാവിലെ കനത്ത സുരക്ഷയിൽ കമാൻഡോകളും വിരലടയാള തെളിവ് ശേഖരണ വിദഗ്ധരും റെയ്ഡ് നടത്തിയത്. ഇതിനടുത്ത് തന്നെയാണ് ബെർലിനിലെ ഇന്ത്യൻ എംബസി സ്ഥിതി ചെയ്യുന്നത്. ആക്രമണം നടന്ന ആഹോൺ സ്റ്റീഗിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം അകലെയാണ് പ്രതി താമസിച്ചിരുന്നത്. 5 നില കെട്ടിടത്തിലാണ് ഇയാൾ താമസിച്ചിരുന്നത്. ബെൽബോർഡിൽ ഇയാളുടെ പേര് പച്ച മാർക്കർ പേനയിൽ എഴുതിയ നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. പ്രതി ഒളിവിൽ കഴിയുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള നിർണായക തെളിവുകൾ തേടിയാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്നത്. ഫ്ളാറ്റിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി ബോംബ് നിർവീര്യമാക്കൽ വിദഗ്ധരും പരിശോധനയിൽ പങ്കാളികളായിട്ടുണ്ട്. അതേസമയം ജർമ്മനിയിലെ സംഭവത്തെ തുടർന്ന് യൂറോപ്പിൽ ഉടനീളവും തെരച്ചിൽ തുടരുകയാണ്. ജർമ്മനിയുടെ അയൽ രാജ്യങ്ങളുടെ അതിർത്തികളിൽ പരിശോധന കർശനമാക്കിയതിനൊപ്പം തന്നെ അബ്ദുൾ ബലൂട്ടിനായി യൂറോപ്പിൽ ഉടനീളം റെഡ് അലേർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിൽ രണ്ടാമതൊരു പ്രതി ഉണ്ടെന്നുള്ള സംശയത്തിന്റെ പേരിൽ രണ്ടാമത്തെ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളതായും പോലീസ് അറിയിച്ചു. ഞായറാഴ്ച പുലർച്ചെ രണ്ടാമത്തെ പ്രതിയുടെ ബെർലിനിലുള്ള ഷോണബെർഗിലെ മറ്റൊരു ഫ്ളാറ്റിലും പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. അതേസമയം സ്ട്രീറ്റ് ഡേ ആഘോഷങ്ങൾക്കിടെ വാഹനം ഇടിച്ചു കയറ്റി ഭീകരാക്രമണം നടത്തിയ അബ്ദുൾ ബലൂട്ടിനായുള്ള തെരച്ചിൽ ബെർലിനിലെ പൊതുഗതാഗത ശൃംഖലകളിലേക്കും ഇപ്പോൾ വ്യാപിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലെല്ലാം തന്നെ പോലീസിന്റെ സാന്നിധ്യം ശക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ബെർലിനിലെ പ്രധാന പാസഞ്ചർ കേന്ദ്രങ്ങളിലൊന്നായ അൻഹാൾട്ടർ എസ് ബാൻ സ്റ്റേഷൻ പൂർണ്ണമായി അടച്ച് യന്ത്രത്തോക്കുകളേന്തിയ കമാൻഡോകളും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഭീകരൻ റെയിൽവേ വഴി രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അൻഹാൾട്ടർ സ്റ്റേഷനിലേക്കുള്ള പ്രവേശനം പോലീസ് അടിയന്തരമായി തടഞ്ഞിരിക്കുന്നത്. ലെബനൻ വംശജനായ ഈ 21-കാരന് നിരോധിത ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് നിഗമനം. മാരകമായ ഉപദ്രവങ്ങൾ ചെയ്തതിന് ജുവൈനൈൽ തടവിലായിരുന്നു ഇയാൾ. കഴിഞ്ഞ മെയ് മാസത്തിലാണ് പുറത്തിറങ്ങിയത്. ഇത്രയും അപകടകാരിയായ ഒരു വ്യക്തി സുരക്ഷാ ഏജൻസികളുടെ കണ്ണുപെട്ടിച്ച് എങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നു എന്നതിനെ കുറിച്ചുള്ള അന്വേഷണവും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ക്രിസ്റ്റഫർ സ്ട്രീറ്റ് ഡേ ആഘോഷങ്ങൾക്കിടെയാണ് വൻ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. ശനിയാഴ്ച രാത്രി പോട്സ്ഡാമർ പ്ലാറ്റ്സിന് സമീപം വേഗത്തിലെത്തിയ കെട്ടുകാഴ്ചകളുള്ള ഒരു ഡെലിവറി വാനാണ് ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇടിച്ചു കയറ്റിയത്. ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും 16 പേർക്ക് പരിക്കേൽക്കുകയും
കൊലപ്പെടുത്തുകയും ചെയ്തു. പരിക്കേറ്റവരിൽ 3 പേരുടെ നില ഗുരുതരമാണ്. സംഭവത്തിന് പിന്നിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് അനുഭാവിയായ 21 വയസ്സുകാരനായ ലെബനൻ അടിവേരുള്ള ജർമ്മൻ പൗരനാണെന്നും പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണം നടന്ന രീതിയെക്കുറിച്ച് പറയുമ്പോൾ ആഹോൺ സ്റ്റീഗിലുള്ള സ്ഥലത്തേക്ക് അതിവേഗത്തിലെത്തിയ വാഹനം ആളുകളെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം തൊട്ടടുത്തുള്ള മരത്തിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. തുടർന്ന് ഡ്രൈവർ വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. കയ്യിൽ കൊടുവാളും കുത്താൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളുമായിട്ടാണ് ഇയാൾ രക്ഷപ്പെട്ടതെന്നാണ് ദൃക്സാക്ഷികൾ പോലീസിന് നൽകിയ മറുപടി. കേസിൽ രണ്ടാമതൊരാൾക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ടിയർഗാർട്ടൻ പ്രദേശം പൂർണ്ണമായി അടച്ച് തെർമൽ ക്യാമറകൾ ഉപയോഗിച്ച് പുലർച്ചെ വരെ തെരച്ചിൽ നടത്തിയെങ്കിലും ഈ ഭീകരനെ കണ്ടെത്താനായില്ല. അതേസമയം അത്യന്തം നിന്ദ്യവും അരുതാത്തതുമായ ആക്രമണമാണ് നടത്തിയതെന്ന് ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മെർസ് പ്രതികരിച്ചു. സമാധാനപരമായി ഒത്തുകൂടിയ ജനങ്ങൾക്ക് നേരെയുണ്ടായ ഈ നീക്കം ജർമ്മനിയുടെ നിഷ്പക്ഷവും ജനാധിപത്യപരവുമായ സമൂഹത്തിന് നേരെയുള്ള ആക്രമണം ആണെന്നും വിശേഷിപ്പിച്ചു. അതേസമയം ഭീകര ആക്രമണത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് പ്രശസ്ത ജർമ്മൻ ഗായിക സാറ കോണർ സ്റ്റേജിൽ സംഗീത പരിപാടി അവതരിപ്പിച്ചതും ആക്രമണത്തെ തുടർന്ന് ബാക്സ്റ്റേജിൽ നിന്നും ഇവരെ അടിയന്തരമായ സാഹചര്യത്തിൽ ഒഴിപ്പിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ജർമ്മനിയെ നടുക്കിയ ഭീകര ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. ജർമ്മനി ചൂടും ചോരയും ചോറും കൊടുത്ത് വളർത്തി ജർമ്മനിയെ തന്നെ ഇല്ലാതാക്കുന്ന ഭീകരന്മാരെയാണ് വീണ്ടും വളർത്തിയെടുക്കുന്നതെന്നുള്ള ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ ഓർത്തു പോവുകയാണ്. ഇതോടെ ഈ ബ്ലിറ്റ്സ് ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.